അപ്പോൾ ഇത് നമ്മുടെ അൽജോ സ്റ്റോക്സിലെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കേണ്ടി വരുന്നതിൽ എനിക്ക് നല്ല രീതിയിൽ സങ്കടമുണ്ട്. കാരണം ഇതൊരിക്കലും ശരിയായ ഒരു കാര്യമാണ് എന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. ബേസിക്കലി പറയാൻ വന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഉള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇനി നമ്മുടെ പടിവാതിക്കലെത്തി നിൽക്കുവാണ്. അതായത് ഇപ്പോൾ ഇനി ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ സംഭവം നമ്മുടെ നാട്ടിൽ നടക്കും. നമ്മുടെ ഓരോരുത്തർക്കും നമുക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. നമ്മൾ വോട്ട് ചെയ്യണം. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമുക്ക് കിട്ടുന്നൊരു പ്രിവിലേജ് തന്നെയാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും നിർബന്ധിതമായിട്ട് ഇത് ചെയ്യുകയും ചെയ്യണം. അപ്പം ഞാൻ ഇന്ന് രാവിലെ, സാധാരണ ഞാനങ്ങനെ എപ്പോഴും ന്യൂസൊന്നും ഇരുന്ന് കാണാറുള്ള ഒരാളല്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇന്ന് രാവിലെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ടി വിയിലൊരു ന്യൂസ് വന്ന സമയത്ത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ ആ ന്യൂസ് ഇങ്ങനെയായിരുന്നു: 6-7 തവണ കൊച്ചിയിലെ നഗരസഭയിലേക്ക് മത്സരിച്ച, അല്ലെങ്കിൽ കൗൺസിലിലേക്ക് മത്സരിച്ച ഒരാൾ വീണ്ടും തുടർന്ന് സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെടുകയും അത് കൊടുക്കാതെ വന്നപ്പോൾ ഇനി അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ സ്വയമേ നിന്ന് മത്സരിച്ച് സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിച്ചുകൊണ്ട് ജയിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ട് റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, പുതിയ തലമുറയിലുള്ള ആളുകളെ എന്തുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്യാതെ? ഇത്രയും പ്രായമായ ആളല്ലേ, സ്വാഭാവികമായിട്ടും ഇത്രയും നാൾ അധികാര സ്ഥാനങ്ങളിലെല്ലാം ഇരുന്നു, നാടിന് പല നന്മകളും ചെയ്തു, പല കാര്യങ്ങളും ചെയ്തു, ഇനി പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുത്തുകൂടെ എന്ന് ചോദിച്ച ആളിങ്ങനെ റിപ്പോർട്ടർ ചോദിച്ച സമയത്ത് ആൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോ ആദ്യമേ നമുക്കൊന്ന് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. BJP സീറ്റ് നൽകിയില്ലെങ്കിൽ തനിച്ചു മത്സരിക്കാൻ തയ്യാറെടുത്ത് കൊച്ചി കോർപ്പറേഷനിലെ മുതിർന്ന കൗൺസിലറായ ശ്യാമള പ്രഭു. 1988 മുതൽ കോർപ്പറേഷൻ കൗൺസിലറാണ് ശ്യാമള. താൻ പറയുന്ന ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുത്താൽ മാത്രം മത്സരത്തിൽ നിന്നും മാറി നിൽക്കാം എന്നാണ് ശ്യാമളയുടെ നിലപാട്. ജെവിൻ ടൂട്ടുവാണ് ശ്യാമളയുമായി സംസാരിച്ചത്. കൊച്ചി കോർപ്പറേഷനിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയ കൗൺസിലർ ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: ചെർളായി ഡിവിഷനിലെ ശ്രീ ശ്യാമള പ്രഭു. 1988 മുതൽ ശ്യാമള പ്രഭു കൊച്ചി കോർപ്പറേഷൻ കൗൺസിലിലെ ഒരു അംഗമാണ്. ഇത്തവണയും ശ്യാമള പ്രഭു മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു മത്സരം? ഇത്തവണത്തെ മത്സരം എന്ന് പറഞ്ഞിട്ട് പാർട്ടി തീരുമാനം ആയിട്ടില്ല. പക്ഷേ ജനം എന്നോട് ആവശ്യപ്പെടുകയാണ് മത്സരിക്കണം. പാർട്ടി ഇപ്പോൾ വേറെ ആളെ മാറ്റിയാലും ശ്യാമള ചേച്ചിക്ക് മത്സരിക്കാൻ? ഞാൻ മത്സരിക്കണമെന്ന് നിൽക്കുകയാണ്. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കും. ഞാൻ നിൽക്കുമ്പോഴാണെങ്കിൽ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ കേന്ദ്രം, മങ്ങാട്ടൂക്കിലൊരു ആരോഗ്യ കേന്ദ്രം, അതുപോലെ വാർഡ് സഭാ കേന്ദ്രം, സർക്കിൾ ഓഫീസ്, പാർക്ക്, പിന്നെ അംഗൻവാടി കെട്ടിടങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. എന്താണ് ഒരു പാർട്ടിയുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു തീരുമാനം എന്ന് വെച്ചാൽ ആയിട്ടില്ല. അതിപ്പോൾ മിക്കവാറും ഇന്നോ നാളായിട്ട് അറിയാൻ പറ്റും. ഇവിടെ ലോക്കലായിട്ടുള്ള ഒരു 3-4 പേരുണ്ട്. അവർ ഈ പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് 2015 ഒരു റിബൽ ഉണ്ടായിരുന്നു. ആ റിബലിന് വേണ്ടിയിട്ട് അവർ രംഗത്തിറങ്ങിയിട്ട് അവരെ മത്സരിപ്പിക്കാൻ പോണു എന്ന് പറഞ്ഞപ്പോൾ ജനത്തിന് ഒന്നും കൂടി ആകാംക്ഷയായി. ഒരിക്കലും അതിന് സമ്മതിക്കരുത്, ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം: ഇത്ര കാലം മത്സരിച്ച് ജയിച്ചില്ലേ, ഇനി ചെറുപ്പക്കാർക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു കൊടുത്തൂടെ? ഞാൻ പറഞ്ഞ ആൾക്ക് കൊടുത്താൽ മതി, ഞാൻ മാറാം. ഞാൻ 1-2 പേരെ ഞാൻ കൊണ്ടുവരാം. അത് കൊടുക്കുമോ നിങ്ങൾ? കൊടുക്കില്ല. അതാണ് ഞാൻ രംഗത്ത് വരാൻ കാരണം. ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല. അവരെ കൊണ്ടുവരണമെന്നുള്ള രീതിയിൽ അവരെന്നെ കുറേ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പമാണ് അവർ. അപ്പോൾ അവർ വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവർക്ക് സീറ്റ് കൊടുക്കൂല. അപ്പോൾ ഇനിയിപ്പം ഒറ്റയ്ക്ക് മത്സരിച്ചാലും ജയിക്കുമെന്ന് പൂർണ്ണ ആത്മവിശ്വാസം? തീർച്ചയായിട്ടും. ഇവിടെ കുഴപ്പമില്ലെന്ന്, ഇത് എല്ലാവർക്കും നല്ല വിശ്വാസമാണ്. ഇവിടെ എൻ്റെ വീട് പോലെയാണ് ഈ ചെർളായി ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഡെവലപ്മെന്റ്സ് എത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ അതാണ് എന്തായാലും ഈ നാടിനെ അറിയുന്ന, ഈ ഡിവിഷനെ അറിയുന്ന ഇത്ര സീനിയറായ ആളാണ് ശ്യാമള പ്രഭു. ഇനി എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് കൂടി വന്നാൽ അതിനും മത്സരിക്കാൻ ബാല്യമുണ്ട്, മത്സരിക്കാനുള്ള കരുത്തുമുണ്ട്. അതിന് ഇവിടെയുള്ള നാട്ടുകാരുടെ പിന്തുണയുണ്ടെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അതെ, എല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പിച്ച് പറയുകയാണ് കൗൺസിലർ. കൊച്ചിയിൽ നിന്ന് സോളമൻ റാഫേലിനൊപ്പം ജെവിൻ ടൂട്ടു, ഏഷ്യാനെറ്റ് ന്യൂസ്. എന്തായാലും ശ്യാമള പ്രഭു എനിക്ക് തോന്നുന്നു 6-7 തവണ തുടർച്ചയായി വിജയിച്ചു. ഏറ്റവും മുതിർന്ന കൗൺസിലറാണ്. അത്രയും വിജയസാധ്യതയുള്ള ഒരാളെ പാർട്ടി മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആർക്ക് അവസരം കൊടുക്കാൻ വേണ്ടിയാണ്? ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏകദേശം എന്താണ് ഞാൻ പറഞ്ഞതെന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ്, ഇനിയാണ് എൻ്റെ ചോദ്യം, ഒരാൾ ഒരു അധികാര സ്ഥാനത്തേക്ക് വരുമ്പം സ്വാഭാവികമായിട്ടും ഒരു മെമ്പർ ആവാം. ഒരു ചെറിയ പഞ്ചായത്തിലെയോ മുനിസിപ്പാലിറ്റിയിലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നഗരസഭയിലോ എന്തേലും ആവട്ടെ, അവിടെ ഒരു മെമ്പറായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം, പ്രസിഡൻ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം, ഇനി അതേപോലെ തന്നെ ഇനിയിപ്പം ലോക്കലി MLA ആയിട്ട് മത്സരിച്ച് ജയിക്കുന്ന ആൾക്കാർ, അതേപോലെ MP ആയിട്ട് മത്സരിച്ച് ജയിക്കുന്ന ആൾക്കാർ, മന്ത്രിമാർ, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഉണ്ടല്ലേ.
അപ്പോൾ ഇവരെല്ലാം ശരിക്കും എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി അധികാരത്തിന് വേണ്ടി കിടക്കുന്നത്? ശരിക്കും നമ്മൾക്കെല്ലാം വരേണ്ട ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല കഴിവുള്ള സ്കിൽ സെറ്റുകളുള്ള, നല്ല എക്സ്പീരിയൻസ് ഉള്ള, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടുള്ള, മറ്റു മേഖലകളിൽ പ്രവർത്തിച്ച് അതിൻ്റേതായിട്ടുള്ള ഒരു പരിജ്ഞാനമുള്ള ആളുകൾ വേണ്ടേ നമ്മളെ നയിക്കാൻ വേണ്ടി വരാൻ? ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ മന്ത്രിമാരാവട്ടെ അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്ന നേതാക്കന്മാരാവട്ടെ എത്ര പേർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് എന്നുള്ളത്, അല്ലേ? ചില ആളുകൾക്കുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ മറ്റു ചില ആളുകൾക്ക് ഇല്ല. വളരെ പരിതാപകരമായ അവസ്ഥകളിൽ കൂടെയാണ് ഓരോ ആളുകളൊക്കെ വന്നൊരു പത്രസമ്മേളനമൊക്കെ വെക്കുന്ന സമയത്ത് ഒരു കാര്യം അവതരിപ്പിക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഒത്തിരി ട്രോളുകളും എല്ലാം ഇതിനെ ചുറ്റി വരാറുമുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കും, ഇവർക്ക് എന്താ ഇത്രയും ബേസിക് ആയിട്ടുള്ളൊരു വിദ്യാഭ്യാസം പോലും ഇല്ലേ? ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൊടി പിടിക്കാനും അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാനും രാഷ്ട്രീയം കളിക്കാനും ഒക്കെ ഇറങ്ങി തിരിച്ച് അവരവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും അച്ചീവ് ചെയ്യുന്നില്ല. ഇവരെ സംബന്ധിച്ച് ഇവരെന്ത് ചെയ്യും? ഇവർ സ്വാഭാവികമായിട്ട് കുറേ നാൾ കലാലയ രാഷ്ട്രീയമോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊതുവായ കാര്യങ്ങളിലോ ഒക്കെ ഇടപെട്ടതിന് ശേഷം ഈ പറഞ്ഞ ഒരു പാർട്ടിയുടെ ബേസിൽ ഇവർ മത്സരിക്കാൻ വേണ്ടി വരികയും അതിനുശേഷം ഇവർ പിൽക്കാലത്ത് ഇവർ ആ ഒരു പൊസിഷനിൽ എത്തിയാൽ പിന്നെ ജന്മം പോയാൽ അവിടുന്ന് ഒഴിഞ്ഞു മാറി കൊടുക്കത്തില്ല എന്നുള്ളതാണ്. വൺസ് ഒരു പൊസിഷനിൽ എത്തിയോ പിന്നെ അവരുടെ മരണം വരെ അവർ അധികാരത്തിൽ കടിച്ചു തൂങ്ങി അവർ മരിച്ചാലേ മറ്റൊരാൾക്ക് അവസരമുള്ളൂ എന്നുള്ള ഗതികേടിലേക്ക് ആ ഒരു പ്രസ്ഥാനത്തെ കൊണ്ട് എത്തിക്കുകയാണെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ശരിക്കും ഒരു സിസ്റ്റം വേണ്ടേ? ഒരു പാർട്ടിയിൽ അല്ലെങ്കിൽ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് 2 തവണയിൽ കൂടുതൽ അല്ലെങ്കിൽ 3 തവണയിൽ കൂടുതൽ മത്സരിക്കാനുള്ള അവസരം കൊടുക്കരുത്, അല്ലേ? അവരൊരു 2 തവണ അല്ലെങ്കിൽ 3 തവണ മത്സരിച്ച് ജയിച്ചു, അവരാ ഒരു സ്ഥാനത്തിരുന്നു, അവർ ആ നാടിന് വേണ്ടി ചിലപ്പോൾ നന്മകൾ ചെയ്യും, മോശങ്ങൾ ചെയ്യും, അതെന്തോ വാട്ടെവർ ഇറ്റ് ഈസ്. അത് ചെയ്തതിന് ശേഷം പിന്നെയും അവർ മത്സരിക്കാൻ വരുമ്പം അവരെ മാറ്റി നിർത്താനുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിൽ ശരിക്കും വേണ്ടി വരുമല്ലേ? അങ്ങനെ ചെയ്യണമെന്നേ. അത് മാത്രമല്ല, ഈ പുതിയ തലമുറ, ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇവർക്കൊക്കെ ഈ കൊടി പിടിച്ചും അതേപോലെ തന്നെ പൊതുവായ കാര്യങ്ങളിൽ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി നടക്കുന്നത് ഇതല്ലാതെ ഇവർക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേൾക്കാം, ടൂറിസത്തിന് വേണ്ടി ഒത്തിരി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാൻ വേണ്ടി അതിൻ്റെ ആൾക്കാർ. ഒന്ന് ചോദിക്കട്ടെ, പ്രോപ്പറായിട്ട് ടൂറിസത്തെക്കുറിച്ച് പഠിച്ചിട്ട് അതിന് ക്വാളിഫിക്കേഷൻ ഉള്ള എത്ര നേതാക്കന്മാരാണ് ഇത് സംസാരിക്കുന്നത്? ഇല്ല. അവർക്ക് ടൂറിസത്തെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ആ പൊസിഷനിൽ വെക്കുന്നതിന് പകരം എന്തെങ്കിലും കൊടിയും പിടിച്ച് അവിടെയും കല്ലെറിഞ്ഞ് ഇവിടെയും കല്ലെറിഞ്ഞ് നടന്ന് ഏതെങ്കിലും ഒരുത്തനെ പിടിച്ച് ഇതിൻ്റെയൊക്കെ സ്ഥാനത്ത് പിടിച്ചിരുത്തിയാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ആ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ആ ഒരു സെക്ഷന് അതിൻ്റേതായിട്ടുള്ള പുരോഗതി ഉണ്ടാവത്തില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ടൂറിസം എന്ന് പറഞ്ഞ് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ ടൂറിസം വളരുമോ? ഇല്ല. ഇപ്പം കാണിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയും തൊട്ടുപുരട്ടി നടക്കാം. അതല്ലാതെ അതിനൊരു പ്രോപ്പറായിട്ടുള്ള ഇന്നോവേഷനും ആ മേഖലയിൽ ഒരു പുരോഗതിയും വേണമെങ്കിൽ ഈ രീതിയിലുള്ള പരിപാടികൾ കൊണ്ട് നടക്കത്തില്ല. അപ്പം എന്ത് ചെയ്യണം? ടൂറിസം മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഒരാൾ അവർ വേണം അതിനകത്തേക്ക് വരാൻ. അപ്പം ചിലർ ചോദിക്കും, നല്ല ജോലി ചെയ്ത് നടക്കുന്ന നല്ലപോലെ നല്ലൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്ന്. ശരിക്കും അതാണ് വേണ്ടത്. സാമൂഹിക സേവനം എന്നല്ലേ നമ്മൾ പറയുന്നത്? സ്വാഭാവികമായിട്ട് എല്ലാ ആളുകൾക്കും ചിലപ്പോൾ സാമൂഹിക സേവനം ചെയ്യാനായിട്ട് വലിയ താല്പര്യങ്ങളൊന്നും കാണത്തില്ല. പക്ഷേ അതിന് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. ഈ കൊടി പിടിക്കുന്നതും കല്ലെറിയാൻ നടക്കുന്നവനെയും അതവൻ്റെ നിത്യത്തൊഴിലല്ല, അവൻ്റെ ഉപജീവന മാർഗ്ഗം, അല്ലേ? അവൻ ഇനി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വന്നു, അവനൊരു രാഷ്ട്രീയം കളിച്ച് നടന്നു, അവനൊരു നേതാവായി അല്ലെങ്കിൽ ഏതൊരു നേതാവിൻ്റെ കൂടെ നടക്കുന്ന ഒരാളായി മാറി അവിടെയും ഇവിടെയും കിട്ടുന്ന പൈസ മാക്സിമം വെട്ടിക്കാവുന്നത് പലയിടത്തും വെട്ടിപ്പും തട്ടിപ്പും നടത്തി കമ്മീഷൻ മേടിക്കാവുന്നതും മേടിച്ച് നടക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഓരോ മേഖലയിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ വേണ്ടേ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ? ഈവൻ യുവാക്കൾക്ക് നമ്മൾ മത്സരിക്കാനായിട്ടുള്ള അവസരം കൊടുക്കണമെന്ന് പറയുമ്പം അതുപോലുമല്ല കറക്റ്റായിട്ടുള്ള മാർഗം. ഓരോ മേഖലയിലും പ്രവർത്തിച്ച് പരിചയമുള്ള ആൾക്കാരെ വേണം. ഇപ്പോൾ ഒരു തൊഴിലാളികളുടെ പ്രശ്നം അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു തൊഴിലാളി പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ തൊഴിലാളിയായിട്ട് നിന്ന് വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ വേണം, അല്ലേ? അല്ലാതെ കൊടി പിടിച്ച് മാത്രം നടന്നിട്ടുള്ള ഒരാളല്ല ഇത് ചെയ്യേണ്ടത്, അല്ലേ? അതേപോലെ തന്നെ ടൂറിസം മേഖലയിലാണെങ്കിൽ ടൂറിസത്തിൽ നിന്ന് വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ അവരുടെ കരിയറിൽ ഒരു 5-10 വർഷം സാമൂഹിക സേവനത്തിന് വേണ്ടി തയ്യാറാവുന്ന ആളുകൾ കാണും. അവരെ കണ്ടുപിടിച്ച് അവർക്ക് സ്ഥാനം കൊടുത്ത് അവരെ മുന്നിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് ഇത് സിസ്റ്റം വളരുള്ളൂ. കാരണം അവർക്കേ അറിയത്തുള്ളൂ അതിനകത്തുള്ളൊരു കറക്റ്റായിട്ടുള്ള എന്ത് കൊണ്ടുവന്നാൽ എവിടെയൊക്കെ എന്തൊക്കെ പോരായ്മകളുണ്ടെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സിനിമാ മേഖല, ഇപ്പം സിനിമാ മേഖലയിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളും കാണും, അല്ലേ?
അതൊരു സാധാരണ കോമൺ മാൻ അറിയത്തില്ല. ഇപ്പം എന്നോട് പിടിച്ച് സിനിമയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സിനിമ കാണുന്ന ഒരാളാണെന്നുള്ള അല്ലാതെ അതിനെക്കുറിച്ച് അതിനെ ആത്യന്തികമായിട്ട് സംസാരിക്കാനോ അതിനുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും പറ്റിയ ഒരാളല്ല. അപ്പം സിനിമയുടെ മേഖല അല്ലെ കലാമേഖലയെ പ്രതിനിധീകരിക്കുന്ന നേതാക്കന്മാർ വരേണ്ടി ഇപ്പം അതിൽ നിന്ന് ആ സെക്ഷനിൽ നിന്ന് വേണം എടുക്കാൻ. അതേപോലെ തന്നെ IT മേഖലയിൽ ഇപ്പോൾ പല പ്രശ്നങ്ങൾ കാണും, കോർപ്പറേറ്റ് മേഖലകളിൽ പല പ്രശ്നങ്ങൾ കാണും. അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാനും ആ മേഖലയിലുള്ള ആൾക്കാരെ വേണം കൊണ്ടുവരാൻ അല്ലേ. എന്തായാലും ഇത്രയും വർഷങ്ങൾ ഒരേ പൊസിഷനിൽ നമുക്കറിയാം പല നേതാക്കന്മാരും എന്ത് ചെയ്താൽ അവർ ഒന്ന് മത്സരിച്ചു ജയിച്ചു പോയി എന്ന് പറഞ്ഞ് ഇവരെ ജീവിതകാലം മൊത്തം ഈ ജനങ്ങൾ സഹിക്കണോ? ഞാനത് ചോദിക്കുന്നു. ഒരാളൊന്ന് ഒരു മത്സര രംഗത്തേക്ക് വന്നു, ആളൊന്ന് ജയിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് ചിലപ്പോൾ ആൾ പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം എന്നും പറഞ്ഞ് അവരുടെ മരണം വരെ അവർ ഈ ജനങ്ങൾ ചുമക്കണോ? അതിനിടയ്ക്ക് പല തലമുറകളും മാറി ജനിച്ചു വന്നതും വോട്ടർമാർ മാറിയിട്ടുണ്ടാവും, ആ നാട്ടിലുള്ള ആളുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടാവാം. ഈ സാഹചര്യങ്ങളിലെല്ലാം ഇവർ തന്നെ പിന്നെയും തുടരണമെന്നുണ്ടോ? പുതിയ പിള്ളേർ വരട്ടെന്നേ, പുതിയ യുവാക്കൾ ആ മേഖലയിലേക്ക് വരണം. അവർ മത്സരിച്ച് അവർക്കൂടെ അവസരങ്ങൾ കൊടുക്കണം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി ആളുകൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറി പോകുന്നതിനെക്കുറിച്ച് പല ആളുകളും വാചാലരാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പല സ്ഥലങ്ങളിലും ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. ഇവരെ പ്രതിനിധീകരിക്കുന്ന ഒരു നേതൃത്വ നിരയിൽ ഇവരെ പ്രതിനിധീകരിക്കാൻ ആൾക്കാരില്ല. ഏതെങ്കിലും 70 കഴിഞ്ഞതും 80 കഴിഞ്ഞതുമായ ആൾക്കാർ വന്നിരുന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതാവണമെന്നുണ്ടോ? ഇനി 80 കഴിഞ്ഞ ആൾക്കാരൊക്കെ അധികാരത്തിൽ കയറിയതിന് ശേഷം ഏറ്റവും ദാരുണമായൊരവസ്ഥയാണ്. ഇവർക്ക് ഒരു ഉപദേശ സംഘമാണ് 15-20 പേര് അല്ലേ. കറക്റ്റായിട്ടുള്ള സ്കില്ലും കറക്റ്റായിട്ടുള്ള കഴിവുമുള്ള ഒരാളാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അവർക്ക് ഇത്രയും ഇത്രയും പേര് ഉപചാരക സംഘം വേണോ? ഇവരെ ഉപദേശിക്കാനും ഇവരൊരു തീരുമാനം എടുക്കുന്നിടത്ത് ഇത്രയും വലിയൊരു സംഘത്തെ കൂടെ കൊണ്ടുവരണോ? വേണ്ട. അവർക്ക് സ്വയമേ തീരുമാനം എടുക്കാൻ പറ്റും. ഇനി ഓക്കെ, ഒരാളുടെ സ്വന്തം തീരുമാനമല്ല, ഒരു 2-3 പേരോട് ആലോചിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു 10-15 പേരുണ്ടെങ്കിൽ അതിന് പകരം 2-3 അല്ലെങ്കിൽ 5 പേര് താഴെ തീരുന്ന ഒരു സംഘം മതി കൂടെ അല്ലേ. ഇതല്ലേ ശരിക്കും വേണ്ടത്? നമുക്കറിയാം നമ്മുടെ നാട്ടിലൊരു ജില്ലയെ പ്രതിനിധീകരിക്കുന്ന കളക്ടർമാർ പഠിച്ചിട്ടല്ലേ അവർ വരുന്നത്, അവർക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലേ? ഇനി ഒരു പഞ്ചായത്തിലിരിക്കുന്ന സെക്രട്ടറി പോലുള്ള പൊസിഷനിലിരിക്കുന്ന ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാരല്ലേ വരുന്നത്? അതെ. അപ്പം എന്തുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പം എന്തെങ്കിലും ഏറ്റവും കൂടുതൽ തമ്മി പാര വെക്കാനും കുതികാലി വെട്ടാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുക്കത്തിൽ നിന്ന് പണിയാനുമുള്ള കഴിവുള്ള ആൾക്കാരെയാണോ ഏറ്റവും കൂടുതൽ നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരേണ്ടത്? പകരം കഴിവുള്ള ആൾക്കാരെ വേണ്ടേ? ഇനി ഒന്നിൽ കൂടുതൽ ആൾ ഒരു പാർട്ടിയിൽ അധികാരത്തിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ മത്സരിക്കാനായിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ പല മാർഗ്ഗങ്ങളുണ്ടെന്നേ. അങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കുകയും അത് കറക്റ്റായിട്ട് അങ്ങനെയുള്ള ആളുകളെ സോർട്ട് ഔട്ട് ചെയ്യുകയും അവരെ മത്സരസ്ഥാനത്തേക്ക് കൊണ്ടുവരണം. ഇത് ഏതെങ്കിലും ഒരുത്തിനെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ രാവിലത്തെ ന്യൂസിൽ കണ്ടതാണ്. ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഞാൻ വരണമെന്ന് അവർ ചിന്തിക്കുന്നു. ആര് പറഞ്ഞു ജനങ്ങൾക്ക് ഇത് ചിന്തിക്കുന്നു എന്ന്? ജനങ്ങൾ ഇത് ആലോചിച്ചോണ്ടാണോ നടക്കുന്നത്? അവർക്ക് ഒരു നേതൃത്വത്തിൽ നിൽക്കുന്ന ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എത്ര നേതാക്കളെ എത്ര ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. കൃത്യമായിട്ടും മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും അല്ലെങ്കിൽ പലതരത്തിലുള്ള സംഘടനകളുടെ പേരിലും ഓരോ ഗ്രൂപ്പിസം കളിച്ചും വോട്ട് ചെയ്യിപ്പിച്ചാണ് പല നേതാക്കന്മാരും ജയിക്കുന്നത് അല്ലേ. ഇന്ന മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഒരാൾക്കേ വോട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇന്ന കൂട്ടത്തിൽ പെടുന്ന ആളുകൾ ഒരാൾക്കേ വോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു സെക്ഷനിൽ നിന്ന് പെടുന്ന ഒരാളെ എടുത്താൽ മുന്നോട്ട് നിർത്തിയിട്ട് അവരെ പിന്നെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. എൻ്റെ മണ്ഡലത്തിൽ ഇപ്പം 2-3 പേര് മത്സരിക്കുന്നുണ്ട്. ഈ 3 പേരെ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ സ്വാഭാവികമായിട്ടും നോട്ട കുത്തണം. അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ പല ആളുകളും ഉണ്ടായിരിക്കാം കേരളത്തിൽ. അവർക്കെല്ലാം ഇഷ്ടപ്പെട്ട ആൾക്കാരെയാണോ നിർത്തുന്നത്? അപ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അവിടെ അതിനൊത്തിരി കാരണമല്ല. കറക്റ്റ് കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവരണം. അതിനകത്തുനിന്ന് മത്സരിപ്പിച്ച് ജയിപ്പിക്കാനുള്ള കഴിവുണ്ടാവണം. അങ്ങനെ ജയിപ്പിച്ച് അവർ മുന്നോട്ട് വന്നാലേ ഈ നാടിന് മാറ്റം ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ വയസ്സായ ആൾക്കാർ 10, 70, 80, 90 വയസ്സായ ആൾക്കാർ അവിടെ വന്നിരുന്ന് നമുക്കറിയാം പല സ്ഥലങ്ങളിലും, ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, പല നേതാക്കന്മാരും പല ഭരണത്തിലിരിക്കുന്ന ആൾക്കാരും പൊതുനിരത്ത് വേദിയിൽ നിന്ന് അവിടെ നിന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും. 70-80 വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ അവരുടെ റിട്ടയർമെൻറ്റ് ചെയ്ത് ഒരു വിശ്രമ ജീവിതം നയിക്കേണ്ട ഒരു പ്രായത്തിൽ അവർ വന്ന് ഈ അധികാര സ്ഥാനത്തിലിരുന്ന് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ നിന്ന് ഒരു നല്ല കാര്യം പറയുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും. ഇപ്പം നമുക്ക് കുഞ്ഞുനാളിൽ നമുക്ക് ഒരു കോളേജിൽ പഠിക്കുന്ന കാലത്ത് നമുക്ക് ചിലപ്പം കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിച്ച് നടന്ന് ഓളം വെച്ച് നടക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയാണോ ഒരു 35-കാരനും 40-കാരനും ജീവിക്കുന്നത്? അവനവൻ്റെ ജീവിതത്തിൽ കുറച്ചുകൂടി സീരിയസ് ആയിരിക്കും. ആ 40-കാരനെ പോലെയാണോ ഒരു 60 വയസ്സുള്ള ഒരാൾ ചിന്തിക്കുന്നത്? അല്ല. 60 വയസ്സുകാരനെ പോലെയാണോ 80 വയസ്സുള്ള ഒരാൾ ചിന്തിക്കുന്നത്? അപ്പോൾ ഈ 70-80 വയസ്സുള്ള ആളുകൾക്ക് പല കാര്യങ്ങളോടും അവർക്ക് ഇറിറ്റേഷൻ
ഡിപ്രഷൻ കാണും, അവർക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാണും. ഇങ്ങനെയുള്ള ആളുകൾ അധികാരത്തിൽ കടിച്ചു തൂങ്ങി നിന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുവോ നോക്കുവോ ചോദ്യങ്ങൾ ചോദിക്കുകയോ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിച്ചത് കൊണ്ട് കാര്യമില്ല. അവനവൻ്റെ അവസ്ഥ മനസ്സിലാക്കി മാറിക്കൊടുക്കാനുള്ള മര്യാദ കാണിക്കണം. അവനവൻ്റെ സാമ്പത്തിക ലാഭവും അല്ലെങ്കിൽ മരിക്കുന്നിടം വരെ അധികാരത്തിലിരിക്കണമെന്നുള്ള കടും പിടുത്തമാണ് പല നേതാക്കന്മാരെയും പിടിച്ചു നിർത്തുന്നത്, ഈ അധികാരത്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. അല്ലേ, ഈ ഒരു ചിന്ത മാറ്റി മറ്റൊരു തലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കണമെന്നേ. നിങ്ങളെല്ലാം സാമൂഹിക സേവനമല്ലേ ചെയ്യുന്നേ? സാമൂഹിക സേവനത്തിൽ ഇത്രയും വലിയ കടിച്ചുപിടുത്തത്തിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങളൊരു 5-10 വർഷം സമൂഹത്തെ സേവിക്കാനായിട്ട് മനസ്സായിട്ട് ഇറങ്ങ്. ഓക്കെ, അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് ഈ 5-10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് മാറി നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പോകാൻ പറ്റും. ഒരു സർക്കാർ ജോലിക്കാരൻ ഈ പറഞ്ഞ 55 അല്ലെങ്കിൽ 60 വയസ്സാകുമ്പോഴത്തേന് അവർ റിട്ടയർ ചെയ്യാറില്ലേ? ഒരു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ 55-60 വയസ്സ് കഴിയുമ്പം റിട്ടയർ ചെയ്ത് മാറാറില്ലേ? ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇങ്ങനെയുള്ള ഇവരെല്ലാം മാറുന്ന സമയത്ത് എന്തുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് മരണം വരെ ഇത് തുടരാൻ പറ്റുന്നു? സാമൂഹിക സേവനത്തിന് വന്നതാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ 5 വർഷം സമൂഹത്തിന് വേണ്ടി സേവിക്കട്ടെ, അല്ലെ 10 വർഷത്തിന് വേണ്ടി ചെയ്യട്ടെ. എല്ലാവരെയും നമുക്ക് നിർബന്ധിച്ച് സാമൂഹിക സേവനത്തിന് വിടാൻ പറ്റത്തില്ല. അതിന് താല്പര്യമുള്ള ആൾക്കാർ മുന്നോട്ട് വരികയും 5-10 വർഷം അവർ സാമൂഹിക സേവനത്തിന് ശേഷം അവർ വന്ന മേഖലയിലേക്ക് തിരിച്ചു പോകണം. അവർ ചിലപ്പോൾ ഒരു മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാവും, അവർക്ക് ആ മേഖലയിലേക്ക് പോകാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാം. ഇതല്ലാതെ ഇതൊരു വരുമാന മാർഗ്ഗമായിട്ട് കാണുമോ, കൈയിട്ട് വരാനായിട്ടുള്ള ഒരു അവസരമായിട്ട് കാണുമോ, അല്ലെങ്കിൽ തട്ടിപ്പിനും വെട്ടിപ്പിനും അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുമ്പോൾ ആ സുഖത്തിന് വേണ്ടിയോ ഒന്നുമായിട്ട് ജീവിതാവസാനം വരെ അത് കടിച്ചു തൂങ്ങി നിൽക്കരുതെന്നുള്ളതാണ്. എനിക്കിപ്പോൾ ഇത്രയും കണ്ടപ്പോൾ ഇനി അടുത്ത ഒരു 2-3 ആഴ്ച കൊണ്ട് ഇനിയിപ്പം മൊത്തം അവിടെ ക്യാമ്പയിനായി, ഇവിടെ ക്യാമ്പയിനായി, വാർത്തകളിൽ ചർച്ചയായി, ബഹളമായി. ഇനി നമുക്ക് വാർത്താ ചാനലുകൾ വെച്ച് കഴിഞ്ഞാൽ ചാകരയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വാർത്തകളുടെ ചാകര ചാനലുകാർ അവർക്ക് അവരുടെ റേറ്റിംഗ് നിലനിർത്തണം, പരസ്യം കിട്ടണം, വരുമാനം വേണം എന്നുള്ളതുകൊണ്ട് അവരിനി എന്തും കാണിക്കാനായിട്ട് ഇറങ്ങും. അതേസമയം ഇനിയിപ്പം രാഷ്ട്രീയക്കാരോ അവർക്ക് ജയിക്കണം, അതുകൊണ്ട് ഏതെങ്കിലും ഒരുത്തിനെ പിടിച്ചു നിർത്തും. അവനെ ജയിപ്പിക്കാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ തന്നെ പല ഗ്രൂപ്പുകളും കളിച്ച് പല രീതിയിലും അവനെ ജയിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തും. നാടിന് എന്ത് ഗുണം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇനിയും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെയൊക്കെ നാട്ടിൽ മാറ്റം വരുത്താൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി പുരോഗതി വരേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിലൊരു ചേഞ്ച് വരണം, ഇതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഇനിയും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ പല ആളുകളും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് നോട്ടിഫിക്കേഷൻസ് എത്തുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളെ വിലയേറിയ അഭിപ്രായം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്താണ് മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി ഒന്ന് രേഖപ്പെടുത്താനും കൂടെ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അപ്പോൾ കണ്ടുപിടുത്തം. ടേക്ക് കെയർ, ബൈ.